എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആ ബെല്ലൈക്കും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് ഒരു വിഷമമുള്ളൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ പപ്പിമോളെ കാണാതാവുന്നു. അങ്ങനെ ശ്യാമ പോലീസ് സ്റ്റേഷനിൽ നേരെ നിന്ന് സത്യഭാമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് അവരെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ സത്യഭാമ ഇറങ്ങി വരുന്നു. സത്യഭാമ ഇരിക്കുന്നത് എന്തിനാ ഇങ്ങോട്ട് രാവിലെ തന്നെ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പം രാഘവൻ നായർ വന്നിട്ട് പറയും, എന്താ സത്യഭാമ ഇങ്ങനെയൊക്കെ പറയുന്നത്, അകത്തേക്ക് വാ മോളെ എന്ന് പറയുന്നത്. അപ്പോൾ ശാലിനി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയും, നിൽക്കി എന്തിനാ വന്നതെന്ന് പറയാൻ പറയുന്നത്. അപ്പോൾ ശ്യാമ പറയും, മോളെ കാണാതായിട്ട് വന്നതാണ്, പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. ഒരു കുഞ്ഞിനെ നോക്കാൻ പോലും നിനക്കൊക്കെ കഴിയത്തില്ല, നീയൊക്കെ എന്ത് ഭാവിച്ചെന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ രാഘവൻ നായർ പറയുന്നത്, വിഷമിക്കേണ്ട മോളെ അവളുണ്ട്. അങ്ങനെ നമ്മുടെ പപ്പി മോള് ഓടി വരികയാണ്. അപ്പോൾ ശ്യാമ ചോദിക്കുന്നത്, എന്താ മോളെ കാണിച്ചതൊക്കെയെന്ന്. അപ്പോൾ ചേച്ചിയമ്മയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ചേച്ചിയമ്മ, ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല, എനിക്ക് പേടിയാണ് അവിടെ നിൽക്കാൻ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശാലിനി പറയും, മോളിനെ അവിടെ പോകണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം, ചേച്ചിയമ്മയുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ശാരദ ടീച്ചറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ കുഞ്ഞിവിടെ ഉണ്ടെന്ന്. അതുപോലെ ശാരദ ടീച്ചർ ആ സമയത്ത് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയും കുഞ്ഞിനെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശാലിനി വിളിച്ച് പറയുന്ന സമയത്ത് ദൈവത്തോട് നന്ദിയും പറയുന്നു. ഇതേ സമയമാണ് രോഹിത്ത് രാവിലെ എഴുന്നേറ്റ് ശ്യാമയും കുഞ്ഞിനെയും വിളിക്കുകയാണ്. അപ്പോൾ അവരെ അവിടെ കാണുന്നില്ല. അങ്ങനെ ശ്യാമയെന്ന് കടന്ന് അലറി വിളിക്കുകയാണ്. അപ്പോൾ കാണുന്നില്ല. അപ്പം പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുകയാണ്, നീ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയും, നിനക്ക് ഉറങ്ങിയാൽ മതിയല്ലോ, നീ വെള്ളം അടിച്ചിട്ട് അവിടെ കടന്നു, നീ ഇനി എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, നീ നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, എന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ കൂടെ ഞങ്ങൾക്ക് താമസിക്കാൻ ഇഷ്ടമല്ലെന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് രോഹിത്തിന് ദേഷ്യം വന്നിട്ട് ആ ഫോൺ വലിച്ചെറിയുകയാണ്. ആ സമയത്താണ് നമ്മുടെ സുസ്മിത അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സുസ്മിത കാറിൽ നിന്ന് ഇറങ്ങുന്നത്. സുസ്മിത നോക്കുമ്പോൾ ഫോണൊക്കെ താഴെ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നത്, എന്താടാ ഇരുന്ന് ചോദിക്കുന്നത്, നിനക്ക് എന്ത് പറ്റിയെന്ന് പറയും. അപ്പോൾ പറയും, ശ്യാമയും മോളും ഇവിടുന്ന് പോയി എന്ന് പറയും. നീ എന്ത് ഈ പണിയെ കാണിച്ചത്, അവരെ കൂടെ നിർത്തണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയും. നീ എന്തിനാ ഇപ്പം ലോകത്തിൽ എവിടെ നോക്കിയാലും ഭാര്യഭർത്തൃമാർക്കും പുറമേ വീട്ടിൻ്റെ അകത്ത് സ്നേഹമാണെങ്കിൽ അഭിനയമാണ് മൊത്തം എന്ന് പറയും. അതുപോലെ നീ അഭിനയിക്കണം, ശ്യാമയെ കൂടെ നിർത്തണം, അവളെ നല്ല വാക്ക് പറഞ്ഞാൽ അവൾ നിൻ്റെ കൂടെ നിർത്തണം, അതുപോലെ പപ്പിയെ നിൻ്റെ കൂടെ നിർത്തണം, അവരെ നിർത്തിയാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് നീ എങ്ങനെയും അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രോഹിത് ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് സുസ്മിത പറയുന്നത്. നീ അവരെ തിരിച്ചു കൊണ്ടുവരണം, കാരണം പപ്പിയാണ് നമ്മുടെ ടാർഗറ്റ്, ശ്യാമയെ നീ കൊല്ലുവോ തിന്നുവോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു, പക്ഷേ പപ്പിയെ തൊട്ട് കഴിഞ്ഞാൽ അത് ശാലിനിക്കും വിഷ്ണുവിനും കൊള്ളുമെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് പപ്പിയെ വെച്ച് വേണം നമ്മളിനി അടുത്ത ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്, തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ട്. അതുപോലെ നിൻ്റെ അമ്മയെ കൊന്നത് സത്യഭാമയാണ്, അത് നീ എപ്പോഴും മനസ്സിലിടണം, പക വേണം, ആ പകയോട് കൂടി വേണം നീ ഇനി ജീവിക്കാൻ എന്ന് പറയും. നീ അവരുടെ അടുത്ത് കുറച്ച് അഭിനയിക്കും, മോളോട് കുറച്ച് സ്നേഹത്തിൽ ഇടപെടാം, എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശാലിനകത്തേക്ക് കയറി പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ കുഞ്ഞും പപ്പിമോളും എല്ലാവരും കൂടി വീട്ടിലെത്തുകയാണ്. അപ്പോൾ ശാരദ ടീച്ചർ മോളോട് പറയും, മോളെ എന്തിനാ ഇങ്ങനെ പോയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ സത്യ ഇറങ്ങി വരും, പപ്പിമോൾ എന്തിനാ ഇങ്ങനെ പോയത്, അങ്ങനെ പോകണ്ടായിരുന്നല്ലോ, എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറയും. അങ്ങനെ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു. അപ്പോൾ ശ്യാമയെ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ശാരദ ടീച്ചർ പറയും, മോളെ എന്താ ഇതൊക്കെ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ, നാളെ നല്ലൊരു എപ്പിസോഡാണ്. നമ്മുടെ വിഷ്ണു ഒരു ബൈക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ സെൻട്രലായിട്ട് വെച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ചന്ദ്രബോസിൻ്റെ കാർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വന്ന് നിൽക്കുന്ന സമയത്ത് റോഡ് ബ്ലോക്ക് ആക്കി വെച്ച് ബൈക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്, ഇത് ആരുടെ ബൈക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വിഷ്ണു ആയിരുന്നു. വിഷ്ണു നേരിട്ട് ചന്ദ്രബോസിൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. കാരണം ഇനി പുറത്ത് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ വിഷ്ണുവിനറിയാം. അങ്ങനെ ചന്ദ്രബോസിനിട്ട് നല്ലൊരു ചവിട്ടൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഭയങ്കര സ്റ്റണ്ടും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇതൊക്കെ ആകുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതിനു മുമ്പ് നമ്മുടെ ചന്ദ്രബോസ് ഒരു കാര്യം അവർ കൂടിയിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പോലീസുകാരന് ഒരു ആപത്തുകെട്ട് വരുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനെ നമ്മുടെ വിഷ്ണുവിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോക്കൊക്കെ എടുക്കുന്നു. ആ തോക്ക് എടുക്കുന്ന സമയത്ത് വിഷ്ണു ആ കൈ പിടിച്ച് തിരിച്ച് ആ തോക്ക് തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വിഷ്ണു പറയുന്നു, നീ വെടി വെച്ച് എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര തൻ്റെ ഇടത്തോടു കൂടി വിഷ്ണു നിൽക്കുകയാണ്, നീ വെടിവെക്കടാ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ചന്ദ്രബോസിനെ അടിച്ച് ശരിയാക്കിയാണ്. ചന്ദ്രബോസ് ചെയ്ത എല്ലാ രണ്ടിത്തരത്തിനും നല്ലത് കൊടുക്കുകയാണ്. അങ്ങനെ വിഷ്ണു കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.